ആദ്യമായിട്ട് മുടി വെട്ടുമ്പോൾ നമ്മൾ ആദ്യമായിട്ടായി വെട്ടുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ ഈ വെട്ടാൻ വന്നയാൾ? ചേട്ടന്മാരുടെയൊക്കെ അടുത്ത് നമ്മൾ മുടിവിട്ട് കാണുവാണ്. ഇവർ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്നൊരു സമയം വരും. അപ്പോൾ ഈ വന്നിരിക്കുന്ന ആൾ ചേട്ടൻ എന്ത് എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ പറയും ചേട്ടൻ ഉണ്ണാൻ പോയത്, അയാൾക്ക് അർജന്റ് ഉണ്ടാവും, എന്നാൽ നീ മൂലം സൈഡും ഒക്കെ ഒന്ന് വെട്ടിയാൽ മതി. കലാകാരൻ എന്ന നിലയിലാണോ അതോ മുടിവെട്ടിലെ വൈദഗ്ധ്യം കൊണ്ടാണോ? ധാരാളം സെലിബ്രിറ്റികൾ സുരേഷിന്റെ കസ്റ്റമേഴ്സ് ആയിരുന്നല്ലോ. ഗാനഗന്ധർവൻ KJ യേശുദാസ്, കാനൻ രാജേന്ദ്രൻ സാർ ഉണ്ടായിരുന്നു, CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, MA ബേബി സാർ ഉണ്ടായിരുന്നു. മഹാരാജാവിന്റെ ഹെയർ ഞാനാണ്. 40 മാർത്താണ്ഡ മഹാരാജാവിന്റെ 40 വർഷവും മഹാരാജാവ് തന്നെയായിരുന്നു മുടി വെട്ടിക്കൊണ്ടിരുന്നത്. ഉമ്മൻചാണ്ടി സാറിന്റെ മുടി വെട്ടുമായിരുന്നോ? ഉമ്മൻചാണ്ടി സാറിന്റെ മുടി വെട്ടാൻ പോകുന്നതാണ് ഒരു രസം. അതായത് സാറ് 5 മിനിറ്റ് സമയം തരുള്ളൂ മുടി വെട്ടാൻ. ദാസേട്ടനുമായിട്ട് പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? നിങ്ങളെ അന്വേഷിച്ച് 101 ഒരാളിലുണ്ട്, അവിടെ നിന്ന് ചെല്ല്. അപ്പം ഞാൻ ചെന്നു. ഞാൻ കതവ് തുറന്ന് കയറി കഴിഞ്ഞപ്പം ദാസേട്ടൻ ഇങ്ങനെ ഇരിക്കുക. ഒന്ന് ദാസേട്ടൻ ചോദിച്ചാൽ അറിയുമോ, കണ്ടിട്ടുണ്ടോ, എന്താ പേരെൻ്റെ? അപ്പം എൻ്റെ തലേന്ന് ഈ പേര് പോയി. അതെങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. ഓഫായിപ്പോയി. വെൺമണി സുരേഷ് കേരളത്തിലെ സെലിബ്രിറ്റികളുടെ, യേശുദാസ് ഉൾപ്പെടെയുള്ള പ്രതിഭകളുടെ മുടിവെട്ടി അവരുമായിട്ട് സൗഹൃദ ബന്ധം ഇന്നും സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ. ഇവരൊക്കെയായിട്ടുള്ള ബന്ധങ്ങളുടെ കഥകളാണ് അദ്ദേഹം പറഞ്ഞു വന്നിരുന്നത്. എത്ര പറഞ്ഞാലും തീരാത്തത്ര കഥകൾ സുരേഷിൻ്റെ കയ്യിലുണ്ട്. ആ കഥകൾ നമുക്ക് തുടരാം. നമസ്കാരം. നമസ്കാരം. ഈ ദാസേട്ടൻ്റെ പിന്നെ എല്ലാ മാസവും ചെന്നൈക്ക് പോകുമായിരുന്നോ മുടി വെട്ടാൻ? അത് കഴിഞ്ഞ് ഒരു 50ഓളം തവണ മദ്രാസിലെ വീട്ടിൽ പോയി മുടി വെട്ടിയിട്ടുണ്ട്. ശരി, ഇതിനു വേണ്ടി തന്നെ അങ്ങ് പോകും? അത് തന്നെ ദാസേട്ടൻ വിളിക്കുന്ന സമയത്ത് പോകും. അതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖമായ ഹോട്ടലുകളിലെല്ലാം പോയി മുടി വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ദാസേട്ടൻ എന്നോട് പിന്നെ ഗോകുലം ഹോട്ടലിൽ 5 മണിക്ക് വെളുപ്പിനെ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ 5 മണിക്ക് ഗോകുലം ഹോട്ടലിൽ ചെല്ലുന്നു. 5 മണിക്ക് ഗോകുലം ഹോട്ടലിൽ ചെന്ന് റിസപ്ഷനിൽ പറഞ്ഞാൽ മതി, എല്ലാവർക്കും കയറി പോകാൻ പറ്റില്ല. നമ്മൾ റിസപ്ഷനിൽ പറഞ്ഞു കഴിയുമ്പോൾ ദാസേട്ടനെ വിളിച്ച് ചോദിക്കും. അങ്ങനെയാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ ദാസേട്ടനോട്, സുരേഷേ ഇന്ന് നമ്മുടെ ഈ ഷെഡ്യൂളെല്ലാം മാറിപ്പോയി, ഇത് 8 മണിക്ക് ഇനി മുടി വെട്ടാൻ പറ്റുള്ളൂ, വൈകുന്നേരം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ 8 മണിയാകുമ്പോൾ ദാസേട്ടൻ്റെ അടുത്ത് ചെല്ലാം. അത് വല്ല സിനിമ കണ്ടിട്ടോ അവിടെ ഇരുന്നിട്ടോ, അല്ല ദാസേട്ടൻ എന്നോട് പറയാം സുരേഷ് വേണം ഒരു മുറി എടുത്ത് അവിടെ വിശ്രമിച്ചു. അതല്ലെങ്കിൽ ദാസേട്ടൻ എന്നോട് പറയാം സുരേഷ് ഞങ്ങളുടെ റൂമിൽ തന്നെ. ഇതൊന്നും അല്ല ദാസേട്ടൻ പറഞ്ഞു, എൻ്റെ കാറയിലോട്ട് കയറിക്കൂ. അപ്പോൾ ഞാൻ ദാസേട്ടൻ്റെ എങ്ങോട്ടാണ് പോകുന്നു എന്ന് എനിക്കറിയില്ല. ഈ ചോദിക്കാൻ പറ്റുമല്ലോ ദാസേട്ടനെ ഇപ്പോൾ ഒരാൾ ഈ വണ്ടി എന്ന് നിന്ന് ആലഞ്ചേരി പിതാവ് ദാസേട്ടന് ഒരു പ്രഭാത ഭക്ഷണം പ്രഭചേച്ചിക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ എന്നോട് പറയാം സുരേഷ് കാറിയിരുന്നു, ഞങ്ങൾക്ക് വേറൊരു കാര്യമുണ്ട്, അങ്ങനെ വേണേൽ ചെയ്യാം. ആ ദാസേട്ടൻ ചെയ്ത് എന്നെയും കൂട്ടിക്കൊണ്ടുപോയി. അന്നാണ് ഞാൻ ഈ ആലഞ്ചേരി പിതാവിൻ്റെ ഈ സ്ഥലമൊക്കെ കാണുന്ന വലിയ മച്ചും ഡിന്നർ കൊടുക്കുന്ന സ്ഥലവും ഒക്കെ ഞാൻ കണ്ടത്. അത് എറണാകുളത്തെ അതെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ ചെയ്തത് എന്നെ അടുത്തിരുത്തി, പിതാവിരിക്കുന്നു, ചേച്ചി ഇരിക്കുന്നു, എന്നിട്ട് പറഞ്ഞത് പിതാവ് ഇദ്ദേഹത്തെ പരിചയപ്പെടണം, എൻ്റെ ഹെയർ കട്ടറാണ് ഇദ്ദേഹം, ഒരു പ്രാവശ്യമെങ്കിലും പിതാവ് എൻ്റെ ഈ നമ്പരൊന്ന് മേടിക്കണം. ഞാൻ സത്യത്തിൽ ഇതൊക്കെ പറയുമ്പോൾ ആരാണ് പരിചയപ്പെടുത്തുന്നത്, ഞാൻ ആരാണ്? ഞാൻ സത്യത്തിൽ കസാര ഇരിക്കുകയല്ല, പൊങ്ങിയാ നിൽക്കുന്നത്. നമുക്ക് എന്താണ് സംഭവിക്കാൻ നമുക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പോയത് ദാസേട്ടൻ ഒരു CD ഉദ്ഘാടനം ചെയ്യാം. അതും വലിയ വേദിയാണ്. അവർ ക്ഷണിക്കപ്പെട്ട വേദിയിൽ ദാസേട്ടൻ സ്റ്റേജിലുണ്ട്. പക്ഷെ പ്രഭചേച്ചിക്ക് VIP-കളുടെ മുൻനിരയിൽ സീറ്റുണ്ട്. അതിൻ്റെ അടുത്ത് എനിക്കും സീറ്റുണ്ട്. അത് ഈ വരുന്നവരെ എന്നെയും ആദരിച്ച് ചേച്ചിയെ കൊണ്ടുവന്നില്ല, ദാസേട്ടനെ കൊണ്ടുവന്ന പോലെയാണ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് ദാസേട്ടൻ്റെ കൂടെ പഠിച്ച 30 കുട്ടികളുണ്ട്. കൂടെ പഠിച്ച് അവരുടെ ഒരു മീറ്റിംഗാണ്. ആ മീറ്റിങ്ങിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ മീറ്റിങ്ങിനെ കൊണ്ടുപോയിട്ടും നമ്മളെ പരിചയപ്പെടുത്തുന്നു, നമ്മളെല്ലാവരും പരിചയപ്പെടുത്തുന്നു. ആ മീറ്റിങ്ങിൽ ഒന്നും മാറ്റി നിർത്തുന്നില്ല. ഞാൻ ചോദിക്കുന്നു ആരാണിത് ചെയ്യുന്നതെന്ന് ഒരു നിമിഷം നമ്മളിരുന്ന് ചിന്തിച്ചു പോകും. ഈ ദാസേട്ടനെയാണ് ഈ വിമർശിക്കുകയും ഈ പറഞ്ഞു എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല ഇത് പറഞ്ഞിട്ട്. കാരണം 13 വർഷം കൂടെ നടന്ന് എനിക്ക് അങ്ങനെ ഒരു പോറലിൻ്റെ അനുഭവം പോലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൂടാതെ തൃശ്ശൂർ എന്നെ ഒരു കല്യാണത്തിന് കൊണ്ടുപോയി ദാസേട്ടൻ. തൃശ്ശൂർ കല്യാണത്തിന് കൊണ്ടുപോയത് വിദേശത്തെ ഈ സിനിമാ താരങ്ങളെല്ലാം കൊണ്ടുവന്നൊരു പ്രശസ്തനായ ആളുണ്ട്. അത്ര പ്രശസ്തനാണ്. അയാളുടെ കല്യാണത്തിനാണ് ദാസേട്ടൻ. അവിടെ വരാത്ത ഒരു സിനിമാ നടന്മാരില്ല. സിനിമാ നടന്മാരെ കണ്ട് കൊതി തീർന്ന അന്നാണ്. അതിലെന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ദാസേട്ടൻ ഈ പെണ്ണും ചെറുക്കനും കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് ദാസേട്ടൻ സ്റ്റേജിലോട്ട് കയറി. എന്ത് ക്യാമറാമാന്മാരുടെ ഒരു ബഹളമാണ്. പക്ഷെ ദാസേട്ടൻ തിരിച്ചിറങ്ങാൻ നേരത്തെ ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ദാസേട്ടൻ്റെ ഈ വെള്ള ചെരുപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ പോയി. ദാസേട്ടൻ ഇറങ്ങാതെ നിന്നപ്പം ജയറാമാ ചെന്ന് ചോദിക്കുന്നത്
പിന്നെ അവിടെ കിടന്ന് ചെരുപ്പ് വെപ്പുന്ന ആരൊക്കെയാണ്? ജയറാം, ശ്രീനിവാസന്. ഞാൻ നോക്കുമ്പോൾ സിനിമാ നടന്മാരെല്ലാവരും ആ നടന്ന് ദാസേട്ടൻ്റെ ചെരുപ്പ് വെക്കും. ആ ജനത്തിൻ്റെ ഇടയ്ക്ക് ജയറാം അത് പൊക്കി കാണിച്ച് എനിക്ക് കിട്ടിയേ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ അത്ഭുതം കിട്ടിയ പോലെ അതുമായിട്ട് ജയറാം ഓടുക ജനത്തിൻ്റെ ഇടയ്ക്ക്. ഇത് പൊക്കി പിടിച്ചേക്കുവാ ജയറാം. കൂടിക്കൊണ്ടേ ദാസേട്ടൻ്റെ കാല ഇടിച്ച് ദാസേട്ടനെ കാറയിലോട്ട് കയറാനായിട്ട് ദാസേട്ടൻ പോകുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത്, നമ്മൾ കാണാൻ കൊതിക്കുന്ന സിനിമാ നടന്മാർ മുഴുവൻ ദാസേട്ടൻ്റെ കാറിൽ ദാസേട്ടനെ അനുഗമിക്കുകയാണ് ഈ കാറെ കയറ്റി വിടാനായിട്ട് പോരാനായിട്ട്. അത് കഴിഞ്ഞ് ദാസേട്ടൻ അവിടെ നിന്ന് എറണാകുളത്തേക്ക് ഒരു കാറിൽ വരികയാണ്. അതും എന്നെ ഈ പറയുന്നൊരു ഇതൊന്ന് കേൾക്കണം. കാരണം എന്താണെന്നറിയോ, ദാസേട്ടൻ കാറേ കയറിയപ്പോഴാണ് ദാസേട്ടൻ്റെ 1-2 ഫ്രണ്ട്സുകൾ എറണാകുളത്തേക്ക് വന്നിക്കുക. ദാസേട്ടനെ കൂട്ടുകാരോ ആരുണ്ട്, ദാസേട്ടൻ എറണാകുളത്താണ്, ഈ വണ്ടിയിൽ ഇടയില്ല. ഉമ്മൻചാണ്ടി സാറ് കാണിച്ച പോലെ ദാസേട്ടൻ പെമ്പിലോട്ട് കയറി മുട്ടുമടക്കിയിരിക്കുന്നു. ഇവർ 2-3 പേര് തിങ്ങിയിരിക്കുന്നു. ദാസേട്ടൻ്റെ ഏറ്റവും അവസാനമായിട്ട് മുടി വെട്ടിയതെന്ന ഏത് കാലത്താണ്? ദാസേട്ടൻ്റെ ഏറ്റവും അവസാനമായിട്ട് മുടി വെട്ടിയത് ദാസേട്ടൻ കൊറോണയ്ക്ക് മുമ്പ് ഈ സ്മൃതിവനമൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ വന്ന് സ്മൃതിവനമൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ട് മദ്രാസിലെ വീട്ടിൽ വെച്ചാണ് മുടി വെട്ടുന്നത്. ആ സമയത്ത് അതിന് മുമ്പ് ദാസേട്ടൻ ഡൈ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു എൻ്റെ മുടി ഇനി ഡൈ ചെയ്യണ്ട. ഡൈ ചെയ്തിരുന്നത് സുരേഷ് തന്നെയാണോ? ഞാനാണ് ഡൈ ചെയ്തിരുന്നത്, ഞാനാണ് ദാസേട്ടൻ ഡൈ ചെയ്യുന്നത്. അപ്പോൾ ആ ദാസേട്ടനൊരു തോന്നില്ല, ഇനിയിപ്പോൾ ഡൈയുടെ ഒരു ആവശ്യം ഇല്ല, ഇതിങ്ങനെ നീട്ടി വളർത്തിയേക്കാം. അങ്ങനെ ആ ലാസ്റ്റത്തെ പ്രാവശ്യം മുടി വെട്ടാൻ പോയപ്പോൾ ദാസേട്ടൻ എന്നെ സിനിമയ്ക്കും കൊണ്ടുപോയത്. ഏത് സിനിമ? അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദാസേട്ടൻ പാടിയേക്കുന്ന 5 പാട്ടുകളുള്ളൊരു മലയാള സിനിമയാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിൽ ബേബി അഭിനയിക്കുന്നുണ്ട്. ഏത് ബേബി? ദാസേട്ടൻ്റെ ശിഷ്യൻ ബേബി. ബേബി ഓമനക്കുട്ടനും ആ ശിഷ്യന്മാർ 2 പേര്. അപ്പോൾ ദാസേട്ടൻ കയറി കാറിൽ, ചേച്ചി കയറി. സിനിമയ്ക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പം എന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അവിടെ വേറെ ഒരുപാട് ആളുകളുണ്ട്. ബേബി കയറി, ഓമനക്കുട്ടൻ കയറി, പിന്നെ ഡ്രൈവറുണ്ട്, അല്ല വീട്ടിൽ നിൽക്കുന്ന ആളുകളുണ്ട്, പല സുഹൃത്തുക്കളുണ്ട്, ശിഷ്യന്മാരുണ്ട്. അങ്ങനെ ഒരു 5-6 പേര് ഞങ്ങൾ വീട്ടിൽ നിൽക്കുക. അപ്പോൾ ഒരിക്കലും നമ്മളെ കൊണ്ടുപോകുന്നൊരു കാര്യം ചിന്തിക്കാനൊന്നും പറ്റിയല്ല. ദാസേട്ടൻ കയറി, അതിൽ ആർക്കെങ്കിലും വേറെ പോരാൻ ഒരു സീറ്റുണ്ട്. ദാസേട്ടൻ കയറിയിട്ട് അവരോട് പറയാം, ഞങ്ങൾ പോവുക, ഇനി സുരേഷ് നിങ്ങളെ വാചകടിച്ച് ഇനി വരുമ്പോഴത്തേനും കൊല്ലും, ആ ശല്യം ഞാൻ അങ്ങ് ഒഴിവാക്കിയേക്കാം, കയറിക്കൂ. അപ്പോൾ എന്ത് രസകരമായ ഫലിതത്തിലൂടെയാണ് ദാസേട്ടൻ എന്നെ ആ സിനിമയ്ക്ക് കൊണ്ടുവന്നത്. അവിടെ ചെന്നപ്പോൾ ഈ നടന്മാരെല്ലാം ഉണ്ട്. സിനിമയുടെ ആദ്യത്തെ ഷോയാണ്, പ്രിവ്യൂ ആണ് നടക്കുന്നത്. ഒരു ദിവസം ദാസേട്ടൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് കുറച്ച് ക്ലിപ്പും ഒരു കത്രികയും തന്നു. അപ്പോൾ ഞാൻ ഈ കത്തിരി കൊണ്ട് വെട്ടി നോക്കി, നല്ല ഫിനിഷിംഗ് ആണ്. അപ്പോൾ പിറ്റേ പ്രാവശ്യം മുടി വെട്ടാൻ നേരത്ത് ദാസേട്ടന് ഞാൻ ആ പഴയ കത്രിക എന്നെ വെട്ടുന്നത്. ഉടനെ എന്നോട് ചോദിച്ചു, ഒരു നല്ല കത്രിക? ഞാൻ പറഞ്ഞു, അത് ഞാൻ വീട്ടിൽ വെച്ചേക്കുക. അതെന്താ? അത് കൊണ്ട് വെട്ടിയാൽ അത് കുറച്ച് കഴിയുമ്പോൾ ചാണയ്ക്ക് പിടിക്കണം, മൂർച്ച പോകുമ്പോൾ, അന്നേരം എൻ്റെ ഷേപ്പ് പോവും. ദാസേട്ടൻ തന്നത് അതേപോലെ ഇരിക്കാൻ വേണ്ടി ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, അപ്പോഴും പഴയത് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്, കാരണം നല്ലതൊരു രീതി വെട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് അത് തന്നത്. പക്ഷേ അതിലേറ്റവും വലിയ സങ്കടം, ആ കത്രി എങ്ങനെയോ എൻ്റെ ഇത് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ എനിക്കൊരു ക്ലിപ്പ് മാത്രമേ എൻ്റെ ഇരിപ്പുള്ളൂ. അപ്പോൾ ഒരു ദിവസം മദ്രാസിലെ വീട്ടിൽ വെച്ച് ദാസേട്ടൻ്റെ അടുത്ത് ഞങ്ങളിരുന്ന് ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ദാസേട്ടനോട്, എൻ്റെ കത്രിയ പോയല്ലോ, അത് പറയാൻ കൊള്ളുകയല്ലോ, ഞാൻ ചോദിച്ചു, ദാസേട്ടൻ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ പിണങ്ങുമോ? ദാസേട്ടൻ ചോദിച്ചു, എന്താ? പറ, എന്തെങ്കിലല്ലേ പിണങ്ങുമെന്ന് പറയാൻ പറ്റുള്ളൂ. ദാസേട്ടൻ ഇടുന്ന ഒരു ജുബ്ബ എനിക്ക് തരുമോ? ദാസേട്ടൻ ചോദിച്ചു, എന്താ വെൺമണി കൂടി ഇട്ടുകൊണ്ട് നടക്കാനാണോ? അല്ല, എനിക്ക് സൂക്ഷിച്ച് വെക്കാനാണ്. ആ നോക്കട്ടെ എന്ന് പറഞ്ഞ് ദാസേട്ടൻ ഊണ് കഴിഞ്ഞ് കൈ കഴിയിട്ട് പ്രഭചേച്ചിയോട് പറഞ്ഞു, സുരേഷിന് ഒരു നല്ല ജുബ്ബ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. പ്രഭചേച്ചി അലമാരയിൽ നിന്ന് തേച്ച നല്ലൊരു ജുബ്ബ എടുത്ത് എൻ്റെ ഈ തന്നു. ഞാൻ ഇന്നും അത് നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. വേറെ ആരാ സെലിബ്രിറ്റികൾ നമ്മുടെ കസ്റ്റമേഴ്സ്? ജയസൂര്യ ഇപ്പം ചെയ്യുന്നില്ല. ജയസൂര്യയുടെ ഞാൻ 3-4 വർഷം ചെയ്യുന്നുണ്ടായിരുന്നു. ഓ ശരി. അപ്പോൾ എറണാകുളത്ത് പോവോ? ആദ്യം എറണാകുളത്ത് വെച്ചായിരുന്നു. ആദ്യം മുടി വെട്ടിയത് പിന്നെ ഐഡ ഹോട്ടലിൽ വെച്ചാണ്. ഐഡ ഹോട്ടലിൽ വെച്ച് മുടി വെട്ടുമ്പം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനോരമയിലെ വിനോദ് സാറാണ് എന്നെ പരിചയപ്പെടുത്തുന്നത് ജയസൂര്യൻ. അപ്പം ഞാൻ ജയസൂര്യയുടെ മുടി വെട്ടാനായിട്ട് ഞാൻ ചെന്നപ്പോൾ ഞാൻ എവിടെ പോയാലും സാധാരണ വലിയ ഹെയർ സ്റ്റൈലിസ്റ്റുകൾ വന്നാൽ 5-6 പോക്കറ്റുള്ള ഉടുപ്പുമൊക്കെ ഇട്ട് കളറും ഒക്കെ ചെയ്ത് ഒരു സ്റ്റൈലിലൊന്നുമല്ല പോകുന്നത്. ഞാനൊരു മുണ്ടും ഷർട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇട്ടും. എന്നിട്ട് അവിടെ കരിക്കനേരത്തെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന ആ കൂടിൻ്റെ അകത്ത് 2 കത്രിയൊക്കെ പൊതിഞ്ഞ് ഇതും കൊണ്ടാണ് ഞാൻ ചെന്നത്. ആദ്യമായിട്ട് എന്നെ കണ്ടു ചോദിച്ചു, സുരേഷ് ചേട്ടൻ തന്നെയാണോ? അതെ. വെൺമണി സുരേഷ് ചേട്ടൻ തന്നെയാണോ? അതെ. കാരണം എൻ്റെ ഈ രീതിയെല്ലാം അവിടെ കണ്ടപ്പോൾ ഈ പറഞ്ഞ ആളല്ലെന്ന് ജയസൂര്യക്ക് അത്ര ഗ്ലാമറൊന്നുമില്ല. അപ്പം
മുടി വെട്ടാനായിട്ട് കയറി കസാരയിൽ ഇരുന്ന് കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് സാറേ ഇത് മുടി വെട്ട് ആദ്യമായിട്ട് വെട്ടുമല്ലേ, എങ്ങനെയാണ് വെട്ടേണ്ടത്? ഉടനെ പുള്ളി പറഞ്ഞു, ഇവിടെ ഈ സൈഡ് ഇങ്ങനെ ഇരിക്കണം, ഇവിടെ ഇങ്ങനെ ഇരിക്കണം, ഈ ഭാഗം ഇങ്ങനെ ഇരിക്കണം, ഈ സ്ഥലം ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ. ഞാൻ പറഞ്ഞല്ലോ എല്ലാ വിഷയത്തിനും തോറ്റ ഒരാളായതുകൊണ്ട് അതിനനുസരിച്ച് ചെറിയ വിവരക്കേടും ഉണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞു, സാറേ ഈ പറഞ്ഞ മുഴുവൻ മുടി വെട്ടില്ല, മണ്ടത്തരങ്ങളാന്നു. പുള്ളിയും വിട്ടില്ല. പുള്ളി പറഞ്ഞു, ഞാൻ ഈ മണ്ടത്തരം കാണിച്ചേ മലയാള സിനിമയും ഇതുവരെ നിന്നത്, ഇത് ചേട്ടന് ഇത് ചെയ്യാമെങ്കിൽ അങ്ങ് ചെയ്താൽ മതി, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് പറയും. അപ്പം ഞാൻ ഈ ജയസൂര്യൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഭംഗിയാക്കാൻ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ കഴിവൊന്ന് തെളിയിച്ച് കാണിക്കണമല്ലോ എനിക്ക്. അതിന് ഈ മനുഷ്യനോട് സമ്മതിക്കുന്നുമില്ലല്ലോ. ഏത് ഈ ചെയ്ത പോലെ തന്നെ ചെയ്യാനാണോ ഞാൻ തിരുവല്ലയിൽ നിന്ന് വന്നത്? എനിക്കും അങ്ങോട്ട് കഴിയില്ല, ഞാൻ എന്തായാലും ചെയ്യുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചു. ഏത് എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നുള്ളതെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഓരോ ഭാഗം ചെയ്തു തുടങ്ങിയപ്പോൾ ജയസൂര്യ എൻ്റെ ചോദിക്കും, അതെന്താ അങ്ങനെ? ഞാൻ എന്നതിലും ഒരു കാരണം പറഞ്ഞ് രക്ഷപ്പെടും. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലായി. ഏതാ പിടികിട്ടി. എന്നാലും പുള്ളി എന്നോട് ഒന്നും മിണ്ടിയില്ല. വെട്ടിക്കഴിഞ്ഞ് ഞാൻ ചെയ്താ പിന്നെ ചെയ്യിക്കോളാം എന്ന് പറഞ്ഞ് പുള്ളി ഇഷ്ടപ്പെടാതെ പുള്ളി എഴുന്നേറ്റ് പോയി. ഞാനും മനസ്സിൽ കരുതി, എന്തായാലും ഈ ഇത്രയും കാലത്ത് ഈ പഠിച്ചിട്ട് ഈ പൊട്ടത്തരം ചെയ്യാൻ ഞാനില്ല എന്നുള്ള രീതി ഞാനും എൻ്റെ രീതിയിൽ നിന്നു. ഒരു 5-6 മാസം എന്നെ പുള്ളി വിളിച്ചില്ല. അത് കഴിഞ്ഞപ്പം പുള്ളിയുടെ ഫോൺ കോൾ വന്നു, ചേട്ടാ അന്ന് ചേട്ടൻ ചെയ്തായിരുന്നു നല്ലത്, എങ്ങോട്ട് ഇരിക്കാലും ഭംഗിയായിട്ടിരിക്കും, വീട്ടിൽ വന്നപ്പോഴും എല്ലാവരും ഭംഗിയാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ചെയ്തപ്പോൾ അതിൻ്റെ അപാകത മനസ്സിലായത്, ചേട്ടൻ തൃശ്ശൂർ വരാമോ? ഞാൻ വരാം. പക്ഷെ ഞാൻ അന്ന് ജയസൂര്യ സാറ് പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഒരു നല്ല ഹെയർ കട്ട് എന്താന്ന് പുള്ളിക്ക് പോലും അറിയാതെ പോയെ. ഞാൻ കാണിച്ച റിസ്ക്കാണ്. ഇതൊക്കെ ജയസൂര്യ കാണും. അതുവാ പുള്ളി നാളെ സ്റ്റേറ്റ്മെന്റ് സുരേഷ് പറഞ്ഞത് അങ്ങനെ പറയുമോ? അങ്ങനെ പറയില്ല. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ എന്നെ ജയസൂര്യ സാറ് എറണാകുളത്തിന് മുടി വെട്ടാൻ വിളിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പോയി. പിന്നെ തിരുവനന്തപുരത്തിനൊക്കെ പോകുമ്പോൾ തന്നെ എനിക്ക് എത്രയും കൂടുതൽ യാത്ര മടുപ്പ് വന്നു. അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ അടുത്ത് നിന്ന് പിന്നെ വർക്ക് പോകാതെ വന്നത്. അതുകൊണ്ട് സെറ്റുകളിലെല്ലാം പോകണം, അന്നേരം പോകാനുള്ള ഒരു തടസ്സം വന്നു. അങ്ങനെയാണ് പിന്നെ കാനൻ രാജേന്ദ്ര സാറിൻ്റെ ഞാൻ 20 വർഷത്തോളം മുടി വെട്ടി. 20 വർഷത്തോളം മുടി വെട്ടിയെങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്ത ഒരു കസ്റ്റമറുടെ മുടി വെട്ടിയതിൽ ഏറ്റവും കൂടുതൽ ഞാൻ മുടി വെട്ടാൻ പോയപ്പോൾ ഉണ്ടായൊരു വേദനാജനകമായൊരു രംഗം, അമൃത ഹോസ്പിറ്റലിൽ സാറ് ഒരു കാല് മുറിച്ച് കിടക്കുകയാണ് അവസ്ഥ. അപ്പോൾ ആ സമയത്ത് ഇത് കാല് മുറിച്ചു എന്നൊക്കെ അറിഞ്ഞു. ഞാനുമായിട്ട് വലിയ സുഹൃത്ത് ബന്ധമുണ്ട്, എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, മകളുടെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ പുറത്ത് ചെന്നപ്പോൾ സന്ദീപ് ഇരിപ്പുണ്ട്, മോൻ എന്നോട് പറഞ്ഞു, സുരേഷ് ചേട്ടാ മുടി വെട്ടാൻ അകത്ത് കയറുമ്പോൾ അച്ഛനെ എന്നതേലും പറഞ്ഞ് ചിരിപ്പിക്കണം. സുരേഷ് ചേട്ടന് കോമഡിയൊക്കെ അറിയാവുന്ന ആളാണല്ലോ. അത് ഞാൻ ഏറ്റു. പക്ഷെ അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പം സാറിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞപ്പം, എന്നാലും ഞാൻ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അല്ല, സാറിങ്ങനെ ഇരിക്കുന്നു, പക്ഷെ സാറ് വർത്തമാനമൊക്കെ പറഞ്ഞ് അടുത്ത് നിൽക്കുന്നവരോടൊക്കെ വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സാറിനെ ചിരിപ്പിക്കണമല്ലോ. ഞാൻ എടുത്ത വായിക്ക് ചോദിച്ചു, പിന്നെ സാറേ ഞാനൊരു കാര്യം പറയട്ടെ, എന്നാ സുരേഷേ, ഈ സുരേഷ് കുറുപ്പ് സാറ് വർത്തമാനം പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ മിമിക്രി പറയുമല്ലോ, എന്നാ ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ സുരേഷ് കുറുപ്പ് പറയുന്ന പോലെ പറഞ്ഞു കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, തിരുവഞ്ചൂർ സാറ് പറയുന്ന പോലെ പറയട്ടെ എന്ന് ചോദിച്ചു. 4 പേരോട് പറഞ്ഞു കേൾപ്പിച്ചു. ബ്ലസ്സി എന്നെ മുടിവെട്ടാൻ വിളിക്കുന്നത്. ബ്ലസ്സി എങ്ങനെയാണ് വിളിക്കുന്നത്? ബ്ലസ്സി എന്നെ മുടിവെട്ടാൻ വിളിക്കുന്നു പറയാം. സുരേഷാണോ ഇപ്പം അങ്ങോട്ട് വന്ന മുടിവെട്ടാൻ സമയം കിട്ടുമോ? കിട്ടുമല്ലേ. ഇപ്പം ഡൈ ഏതാ ഇപ്പം അവിടെ ഇരിക്കുന്നത്? ബിഗണ അല്ലേ? അല്ല പിന്നെ ആട്ടെ. അങ്ങനെയായിരുന്നു സാറ് മുടിവെട്ടാൻ വിളിക്കുന്നത്. ഈ അതുപോലെ മിമിക്രിക്കാരും അനുകരിക്കാത്ത ഒരാളാണ് സുരേഷ് കുറുപ്പ്. അതെങ്ങനെയാണ്? അല്ല അതെ, അത് ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ആദ്യമായിട്ട് നിങ്ങൾ പറയുന്നു ഒന്ന് കേക്ക്. കോട്ടയത്ത് വാസവ മന്ത്രിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സുരേഷ് കുറുപ്പ് പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അല്ല കേക്ക്, അല്ല അത് പറയുന്ന ആദ്യം ഒന്ന് കേക്ക് നിങ്ങൾ. ഇത് പറഞ്ഞപ്പോൾ കാന്തരാജ് ഭയങ്കര ചിരിയായിരുന്നു. അത് കഴിഞ്ഞേച്ച് ഞാൻ പിന്നെ പറഞ്ഞത് തിരുവഞ്ചൂർ സാറിൻ്റെ സംഭാഷണം. തിരുവഞ്ചൂർ സാർ പറഞ്ഞ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ സുജാതൻ സാറിന് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു കോട്ടയത്ത്, ആർട്ടിസ്റ്റ് സുജാതൻ സാറിന്. അപ്പം സുജാതൻ സാറിനെ കുറിച്ച് തിരുവഞ്ചൂർ സാർ പ്രസംഗിക്കുന്നതാണ്. സാറ് പ്രസംഗിക്കുകയാണ്, സുജാതൻ എവിടെ ചെന്നാലും സുജാതൻ ഏറ്റവും പുറകിൽ മാത്രമേ സുജാതൻ നിൽക്കുകയുള്ളൂ. സുജാതനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇത് കേട്ടപ്പോഴും സാറ് ഭയങ്കരമായിട്ട് ചിരിച്ചു. പിന്നെ മിമിക്രിക്കാരും തന്നെ അനുകരിക്കാത്ത ഒരാളാണ് ഈ ക്രിസോസ്റ്റം തിരുമേനി.
തിരുമേനിയുടെ ആ ഇൻ്റർവ്യൂവിലെ മോഹൻലാൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് തിരുമേനി പറഞ്ഞതാണ്. ഒരു ദിവസം മോഹൻലാൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു. എന്നോട് ചോദിച്ചു, നന്മകൾ മാത്രം ചെയ്യുന്ന ആളിനെ കണ്ടിട്ടുണ്ടോ എന്ന്. എന്തുവാ ആ ചോദിച്ചതിൻ്റെ അർത്ഥം? മനുഷ്യരിൽ നന്മയും കാണും തിന്മയും കാണും. ഇതു തിരിച്ചറിയുന്നതാണ് മനുഷ്യത്വമെന്നു പറയുന്നത്. ഇത് പറഞ്ഞപ്പോൾ എന്നെ ഞാൻ അടുത്ത് വിളിച്ചിട്ട് ഭയങ്കര ചിരിയായിരുന്നു. കാരണം ഇത് പറയുമ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഈ മിമിക്രികൾ അവതരിപ്പിക്കുന്നത്. കാരണം ഒരു സൈഡിൽ ഞാൻ നോക്കുമ്പോൾ സാറിൻ്റെ ഈ ഇങ്ങോട്ട് ഈ വയറുകളും ഈ ഇതെല്ലാം സംവിധാനങ്ങളിലാണ് നിർത്തിയിരിക്കുന്നത്. അത്യാസന്ന നിലയിൽ കിടക്കുമ്പോഴും സാറിനെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ കരഞ്ഞുകൊണ്ടാണ്, ഞാൻ ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ ആ ഒരു രംഗത്ത് സാറിൻ്റെ 20 വർഷം ജോലി ചെയ്ത് എനിക്ക് സാറിൻ്റെ ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ ഞാൻ ഒരു പക്ഷെ അത് കഴിഞ്ഞ അധികം ദിവസങ്ങൾ ജീവിച്ചിരുന്നില്ല അല്ലേ? അത് കഴിഞ്ഞ് അധികം ദിവസം നിന്നില്ല. സാറുമായിട്ട് ഞാൻ അത്ര അടുത്ത സൗഹൃദമുണ്ട്. 20 വർഷമാണ് സാറിൻ്റെ ഹെയർ ചെയ്തത്. ഈ മാണിസാറിൻ്റെ ഹെയർ ഞാൻ 1-2 പ്രാവശ്യം കട്ട് ചെയ്തത്. സാർ അത് പിന്നെ ചങ്ങനാശ്ശേരി സാറിൻ്റെ ഒരു മകളുടെ വീട്ടിൽ, അത് വിക്ടർ ടി തോമസ് സാറാണ് എന്നെ കൊണ്ടുപോയി സാറിനെ മുടി വെട്ടി. അത് കഴിഞ്ഞ് ജോസ് കെ മാണി സാറിൻ്റെ ഒരുപാട് കാലം പി ജെ ജോസഫ് സാറിൻ്റെ ഇപ്പോഴും തൊടുപുഴ പോയി പി ജോസഫ് സാറിൻ്റെ പിന്നെ മുടി വെട്ടാറുണ്ട്. ഈ സെലിബ്രിറ്റികളുടെ മുടി വെട്ടുമ്പോൾ ഒരു പ്രത്യേക ആനന്ദമുണ്ടോ? എന്താ അത് തിരഞ്ഞെടുക്കാൻ കാര്യം? അത് സെലിബ്രിറ്റികളാണ് മുടി വെട്ടുന്നതിന് ആനന്ദമുണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ പ്രതീക്ഷിച്ചൊരു ചോദ്യമാണ്. അതിൻ്റെ കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, ഈ ഡ്രസ്സിലും മുടിയിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന അവരാ. കാരണം ഇപ്പോഴത്തെ പിള്ളേരുടെ കൂട്ടുള്ള മിഷ്യൻ വെച്ച് ഇങ്ങനെയുള്ളൊരു ഷേപ്പില്ലാതെ ഒന്നുമല്ല. അവരത് ഏറ്റവും നല്ല ഹെയർ കട്ട് പ്രതീക്ഷിക്കുന്ന അവരാ. കാരണം മുടി അതുപോലെ അവരുടെ ഫോട്ടോയൊക്കെ എടുക്കേണ്ടതല്ലേ ഇലക്ഷന് മത്സരിക്കാനും ഒക്കെ. അപ്പോൾ ഏറ്റവും ക്ലാരിറ്റി അവർ ഇപ്പോൾ ഏതെങ്കിലും ഒരു MLA ഈ സൈഡ് മിഷ്യൻ വെച്ച് വെട്ടിയോ ഇവിടെ വെട്ടിയോ താടി നീട്ടി ഒരു MLAയുടെ പോലും കാണുകയില്ല. അത് അവർ ആ ഡ്രസ്സും അങ്ങനെയായിരിക്കും. ഒരു കോമഡി ഡ്രസ്സും അവർക്ക് കാണുകയില്ല. ഒന്നീ നല്ല വൈറ്റ് ഡ്രസ്സ് അത് ചെയ്തിരിക്കുന്നതെല്ലാം ആ രീതിയിലുള്ള ഹെയർ കട്ടുകളാണ്. ഇവരെ സുരേഷ് തിരഞ്ഞെടുക്കുന്നതാണോ സുരേഷിനെ അവർ തിരഞ്ഞെടുക്കുന്നതാണോ? അത് ഒരാളുടെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്തേക്കുന്ന ഹെയർ അത് ഫോട്ടോസ് ആണെങ്കിലും എവിടെയിരുന്നാൽ പ്രത്യേകിച്ച് തിരിച്ചറിയാം. അപ്പോൾ അവർ കൂട്ടുകാരോട് ചോദിക്കും പിന്നെ ഇത് ആരാണ് മുടി വെട്ടിയത്. അപ്പോൾ അത് അന്വേഷിച്ച് കഴിയുമ്പോൾ അവർ വിളിക്കും എന്നെ. അങ്ങനെയാണ് ഞാൻ ഒരു നെറ്റ്വർക്കിംഗ് ആണ്. അങ്ങനെയാണ് ഇത് ശരിക്കും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത്ര ഡിഫറൻസ് ഉണ്ടാവും. ഈ സുരേഷ് ഈ സ്ഥലങ്ങൾ ഇങ്ങനെ മാറി മാറി പോകുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഞാൻ നാടകത്തോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ കോട്ടയത്തേക്ക് വന്നത്. അതെ, കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞപ്പം ഞാൻ തിരുനക്കര അമ്പലത്തിൻ്റെ അടുത്ത് ക്യാപിറ്റോൾ എന്ന് പറയുന്ന കട ഞാൻ തുടങ്ങി. ക്യാപിറ്റോൾ എന്ന് പറഞ്ഞ കട തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനോരമ എന്നെക്കുറിച്ച് ഒരു ഞായറാഴ്ച ഒരു സപ്ലിമെൻ്റ് എന്നെക്കുറിച്ച് ചെയ്തു. ഈ സപ്ലിമെൻ്റ് കണ്ടാണ് തിരുവല്ല ക്ലബ് 7-കാര് എന്നെ വിളിക്കുന്നത്. അന്നൊരു വലിയ പൈസ എനിക്ക് തരാം, വലിയൊരു ഷെയറിൽ നടത്താം എന്നും പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഒരു ഗംഭീര സാധനം അവിടെ കിട്ടി. എനിക്ക് ഭയങ്കരമായി പൈസ അവിടെ നിന്ന് കിട്ടാൻ തുടങ്ങി. പക്ഷേ അന്നേരം എൻ്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ കാണിച്ചു തുടങ്ങി. അതായത് ഈ കാശ് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ നേരെ നാട്ടിൽ പോയി നാട്ടിൽ ചില പ്രവർത്തനങ്ങൾ തുടങ്ങാൻ തുടങ്ങി. നാട്ടിൽ പോയി ഞാൻ പ്രവർത്തനം തുടങ്ങിയത്, ഞങ്ങൾ 5 ആണും ഒരു പെണ്ണുമാണ് മക്കള്, സഹോദരങ്ങൾ. അത് അച്ഛനായിട്ട് ഉണ്ടാക്കിയതാണ് ഈ സ്ഥലം. ഏത് സ്ഥലം? ഈ പഴയ ഇരിക്കുന്ന സ്ഥലം. ഞങ്ങൾ വളരെ കഷ്ടപ്പാടിലും പട്ടിണിയിലും വരെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കം. കാരണം അച്ഛനാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാനം തുടങ്ങുന്ന അച്ഛനാണ്. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് കുടിയേറി എത്തിയതാണോ? അതെ, അച്ഛൻ കുടിയേറി എത്തിയതാണ്. പക്ഷേ അന്നേരം ഒരു പ്രശ്നമുണ്ട്. അച്ഛൻ്റെ ഈ കടയിൽ മുടി വെട്ടാൻ വരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമായി. കാരണം അച്ഛൻ്റെ ഒരു മൂലയ്ക്ക്, കടയുടെ മൂലയ്ക്ക് ഒരു മൂലയ്ക്ക് കൂടി, ഭിത്തിയിൽ സാ കാ പാ ഈ ആണി അടിച്ച് ബാൻഡർ ഇടുന്നതിൻ്റെ മൂലയ്ക്ക് കുറച്ച് പന്തം. അപ്പോൾ ആ ഒരു വിഭാഗം ആളുകളെ അച്ഛൻ്റെ കടയിൽ കയറുന്നുള്ളായിരുന്നു. നമ്മുടെ വീട്ടിലും ഭയങ്കര പട്ടിണിയും ബുദ്ധിമുട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും ഇളയ മോന. അപ്പം അതുപോലെ അച്ഛനാണ് ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അച്ഛനെ കാണാനാണ്, ആശാനെന്നാണ് വിളിച്ചിരുന്നത്. അച്ഛനെ കാണാനാണ് വീട്ടിൽ വന്ന് ആളുകൾ ഈ കാര്യങ്ങളൊക്കെ
അച്ഛനെ കാണാൻ വരുമായിരുന്നു. അപ്പോൾ ആ അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് അച്ഛനെ അന്ന് ഹൈറേഞ്ചല്ല അല്പം മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മദ്യപിച്ച ചില ദിവസം അച്ഛൻ വീട്ടിൽ വന്നാൽ വയലൻ്റ് ആവും. അപ്പം ചില ദിവസമൊക്കെ അച്ഛന് വീട്ടിൽ പാത്രമൊക്കെ തല്ലിപ്പൊട്ടിക്കും. അപ്പോൾ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ വന്ന് വീട്ടിലെ പാത്രമെല്ലാം ഇങ്ങനെ വന്നു. അപ്പോൾ അമ്മയൊന്നും മിണ്ടിയല്ല, അമ്മ പോയി കിടന്നേക്കും. ഞങ്ങളെല്ലാം കയറി കിടക്കും. അച്ഛൻ ഈ പാത്രമെല്ലാം തല്ലിപ്പൊട്ടിച്ച് അടുക്കളോടി എല്ലാം ഇതിങ്ങനെ ചെതറി കിടക്കുക. അപ്പം ഞങ്ങളും അന്ന് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ദിവസം പിന്നെ ഞങ്ങളൊക്കെ താമസിച്ച് എഴുന്നേക്കുള്ളൂ വീട്ടിൽ. അപ്പോൾ വെളുപ്പിന് ഒരാൾ വന്ന് കറുത്തരാജൻ എന്ന് വിളിക്കുന്ന ഒരാൾ വന്ന് കഥയെ മുട്ടുക. അപ്പോൾ കഥകെന്ന് പറയാനൊന്നുമില്ല. അകത്തെ അച്ഛൻ ആ കിടന്നുകൊണ്ട് ആ ഒരു മടല അതിൻ്റെ ആ കമ്പം കൊണ്ട് തിരിച്ചാൽ കഥേൻ്റെ ലോക്ക് അത്രേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞു രാജാ അത് ആ കമ്പം അങ്ങ് തിരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉടനെ കയറി വന്നു. രാജൻ്റെ ഭാര്യയുണ്ട്. പിന്നെ എന്നാ രാജാന്ന് ചോദിച്ചു. ഉടനെ എൻ്റെ പെണ്ണുമ്പിള്ള പറഞ്ഞു ആശാനെ ഞാൻ വീട്ടിൽ പോവുക. എൻ്റെ എന്നാ കാര്യം? ഇന്നലെ കുടിച്ചേച്ച് വന്ന് എന്നെ തെറി പറഞ്ഞു. ഉടനെ അച്ഛൻ പറഞ്ഞു അങ്ങനെ പറയാൻ കൊള്ളിയല്ല. വീട്ടിൽ വന്നാൽ നമ്മൾ വളരെ എളിമയായിട്ട് വളരെ ഭാര്യയോടൊക്കെ നമ്മൾ അങ്ങനെ കുട്ടികളോടൊക്കെ നമ്മൾ അങ്ങനെ വേണം പെരുമാറാൻ. ഞങ്ങൾ കട്ടിലേ കിടന്ന് ഭയങ്കര ചിരിയാ. ഉടനെ പറഞ്ഞു നീ അങ്ങനെ ചീത്ത വിളിച്ചു, നിന്നെ ചീത്ത വിളിച്ചോ? അങ്ങനെ വിളിക്കരുത്. ഇനി വിളിച്ചാൽ മോൾ എന്നോട് വന്ന് പറഞ്ഞേരെ ഞാൻ അതിന് അപ്പോൾ ചേച്ചിയൊക്കെ എന്ത് ചെയ്യും? അകത്തോട്ട് കയറണ്ട. അച്ഛൻ ഹൈറേഞ്ചല്ലേ, അവരുടെ ഒരു ആകെ ഒരു വിനോദം എന്ന് പറയുന്നത് അന്ന് തിയേറ്ററിലൊന്നുമില്ല. ഈ കാണാൻ വരുന്നവരും ആശാനെ ചിലപ്പോൾ ഒരു ചെറിയ കുപ്പിയും കൊണ്ടൊക്കെ വന്ന് കൊടുത്തേച്ചൊക്കെ പോകും. അങ്ങനെയാണ് ഹൈറേഞ്ച്, വാറ്റാണ് അവിടെയൊക്കെ ഒന്ന് വാറ്റേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അച്ഛനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കി ഈ വസ്തു ഏറ്റവും ഇളയ മകൻ. എത്ര സ്ഥലം ഉണ്ടായിരുന്നു? അത് 1 ഏക്കർ. അത് ഏറ്റവും ഇളയ മകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കാണ്. അതിനകത്ത് വീടും ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് വീടുമുണ്ട്. പക്ഷേ എനിക്ക് അത് എടുക്കുമ്പം അത് ചേട്ടന്മാർ പിന്നെ അത് എന്നോട് എടുത്തോളാൻ പറയുമ്പോഴും എനിക്കൊരു മാനസിക വിഷമമുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഏറ്റവും എൻ്റെ മൂത്ത വേണു എന്ന് പറയുന്ന ചേട്ടനാണ് ഇതിന് തറ കെട്ടാനായിട്ട് കല്ലൊക്കെ ചേട്ടൻ തന്നെ നിന്നായി മണ്ണുമൊക്കെ വലിച്ച് ചുമന്ന് ഇടുന്നത് വീടിൻ്റെ. അപ്പോൾ ഏറ്റവും മൂത്ത ചേട്ടൻ വിജയൻ ചേട്ടൻ എന്ന് പറയുന്ന ചേട്ടനാണ് ഇതിന് ഓട് മേടിച്ചത്. വിശ്വൻ ചേട്ടൻ എന്ന് പറയുന്ന ആ ചേട്ടൻ മരിച്ചുപോയി. ആ ചേട്ടനാണ് ഈ തടിപ്പണിക്കുള്ള കാശൊക്കെ കൊടുത്തത്. പിന്നെ എൻ്റെ നേരെ മൂത്ത വിൽസൺ എന്ന് പറയും, അവനാണ് ഇതിനെല്ലാം സിമെൻറ്റ് കട്ടയൊക്കെ പിടിച്ചത്. ആ കഷ്ടപ്പെട്ടാണ്, അമ്മ ഒരുപാട് പട്ടിണിയിലെല്ലാം കിടന്നാണ് കഷ്ടപ്പെട്ടാണ് ഈ വീട് വെച്ചത്. എനിക്ക് തറവാടിനോട് വലിയ ഇഷ്ടമാണ്. അപ്പം എന്നെപ്പോലെ തന്നെ ഇഷ്ടം ഇവർക്കും ഉണ്ടല്ലോ. ഒരു തറവാട് വീതം വെക്കുമ്പോൾ ബന്ധങ്ങളാണ് വീതം വെച്ചു പോകുന്നത്. ഈ തറവാട് വീതം വെക്കാതെ ഔഷധ വൃക്ഷങ്ങൾ നട്ട് സ്മൃതി വനമാക്കണം. അപ്പോൾ ഇതൊരിക്കലും വിൽക്കരുത്, ഇതിങ്ങനെ നിലനിൽക്കണം. അതാണ്. അപ്പോൾ ഞാനങ്ങനെ തീരുമാനിച്ച് ചേട്ടന്മാരോടും എല്ലാം പറഞ്ഞ് നമുക്കിങ്ങനെ നട്ടേക്കാം. അപ്പോൾ എനിക്ക് ഈ വിവരം ദാസേട്ടനോടൊന്ന് പറയണമെന്നുണ്ട്. അപ്പം ഞാൻ മദ്രാസിലെ വീട്ടിൽ മുടി വെട്ടിക്കൊണ്ടിരിക്കുക. മുടി വെട്ടി എല്ലാം തീർന്നപ്പോൾ ഞാൻ ചോദിച്ചു, ദാസേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്താ പറ? ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നെ വഴക്ക് പറയും. എന്താ പറ? ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് നല്ല കാര്യമല്ലേ, ഇതിനാണോ വഴക്ക് പറയാനിരിക്കുന്നത്? എനിക്ക് പോലും എൻ്റെ അച്ഛന് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ദാസേട്ടൻ വന്ന് എനിക്ക് ആദ്യത്തെ ഒരു തൈ നട്ട് തരുമോ? സുരേഷ് എന്നാ ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ ആ ഡേറ്റിൽ ഞാൻ വരില്ല, എനിക്ക് പറ്റുന്നൊരു ഡേറ്റ് തരാം. ഞാൻ പറഞ്ഞു ദാസേട്ടൻ ഏത് ഡേറ്റ് തന്നാലും മതി. അപ്പം ഞാനിത് വന്ന് എൻ്റെ നാട്ടിൽ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുകയില്ലെങ്കിൽ. അപ്പോൾ ഞാനിത് എൻ്റെ നാട്ടിൽ വന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രമല്ല, അപ്പോഴാണ് എൻ്റെ മനസ്സിൽ എത്തിയത് ദാസേട്ടന് 75 വയസ്സായാലും 75 സെലിബ്രിറ്റികളെ കൂടെ കൂട്ടിയേക്കാം. 75 പ്രശസ്തരും യേശുദാസും കൂടെ വരുമ്പോൾ പോലീസിലെ എല്ലാ വിങ്ങിലെ ആളുകളുടെ അന്വേഷണം ഉണ്ടായിരുന്നു. അപ്പോൾ SP-യും കലക്ടറെ ഇരുത്തിക്കൊണ്ട് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം എന്നോട് കലക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നത്? യേശുദാസിൻ്റെ കാര്യമല്ലേ? മദ്രാസിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് എറണാകുളത്ത് വന്ന് കാറെടുത്ത് നിങ്ങളുടെ ഇടുക്കി വന്ന് ഈ അച്ഛനെ ഇത് ചെയ്യും. നിങ്ങൾ മുടി വെട്ടിയിട്ടുണ്ടായിരിക്കുക, അതിന് പൈസ തന്നിട്ടുണ്ടാവും. ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല ഇങ്ങനെ വരുമോ, ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അപ്പം റോഷി സാറ് പറഞ്ഞു, കലക്ടറോട് വിളിച്ച് പറഞ്ഞു അങ്ങനെയല്ല, സുരേഷ് വിളിച്ചാൽ അത് വരും. അതിന് വന്നാൽ എന്നാ കുഴപ്പം? മൂവാറ്റോട് വരുമ്പോൾ നമുക്ക് മെസ്സേജ് കിട്ടും. പിന്നെ ഇവിടെ ക്യാമ്പിൽ ആളുണ്ട്, ഞങ്ങൾ വിട്ടോളാം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഉറപ്പ് കിട്ടി. ദാസേട്ടൻ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത് എൻ്റെ അമ്മയുടെ കയ്യെ ഒന്ന് 2 കയ്യിലും പിടിച്ചു. എന്നിട്ട് ഈ അച്ഛൻ്റെ ശിലാഫലകം ഇങ്ങനെ നീക്കുന്നുണ്ട്. ആ നീക്കുന്ന അമ്മയുടെ കൈയും കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് അനാച്ഛാദനം ചെയ്തത്. അതുപോലെ തന്നെ ദാസേട്ടൻ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു, പ്ലാവ് തൈ മതി ദാസേട്ടന് വെക്കാൻ, അത് നാടൻ പ്ലാവ് മതി, ബഡ് പ്ലാവ് വേണ്ട. അതുപോലെ എന്നോട് പറഞ്ഞായിരുന്നു, ഞാൻ വരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പൈസകളൊക്കെ ഉണ്ടാക്കി ആവശ്യമില്ലാത്ത ഇടപാടുകളൊന്നും അവിടെ നടത്തരുത്. ഞാൻ പറഞ്ഞില്ല ദാസേട്ടാ, അങ്ങനെ ഒന്നും നടത്തിയല്ല. വേദിയിൽ വന്ന് ദാസേട്ടൻ 44 മിനിറ്റ് പ്രസംഗിച്ചു. അതിലുപരി എൻ്റെ അച്ഛനെ അടക്കിയിരിക്കുന്നിടത്ത് കുറച്ച് പൂവാരി ദാസേട്ടൻ ഇട്ടു. അങ്ങനെയാണ് സ്മൃതിവനം
പിന്നെ ഉദ്ഘാടനം ഗംഭീരമായിട്ടാണ്. ഉദ്ഘാടനം ഗംഭീരമായിട്ട് നടത്തും. കുടുംബമൊക്കെ എങ്ങനെയാ? കുടുംബം പിന്നെ മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു. മൂത്ത മോളുടെ കല്യാണവും വൃക്ഷങ്ങളുടെ തണലിലായിരുന്നു താലികെട്ട്. ഓ, ഈ പറഞ്ഞ സ്മൃതിവനത്തിൽ തന്നെ? സ്മൃതിവനത്തിലായിരുന്നു, വൃക്ഷങ്ങളുടെ തണലിലായിരുന്നു താലികെട്ട് നടന്നത്. പിന്നെ ഇളയ കുട്ടികളോ? ഇളയ കുട്ടി കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിൽ പഠിക്കുന്നു. ബി ഡി എസിന് പഠിക്കുന്നു. വൈഫ് ഇപ്പം സ്മൃതിവനത്തിലുണ്ട്. മോളെ തൊട്ടടുത്താ കെട്ടിച്ച്. ഓ ശരി. അപ്പോൾ ഈ കോട്ടയത്ത് നിന്ന് എല്ലാ ആഴ്ചയിലും രണ്ടാഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോകും. അത് കൊള്ളാം. ഇപ്പോൾ പുതിയ സാഹസ പരിപാടി എന്താ ഉള്ളത്? ഇടയ്ക്കിടയ്ക്ക് ഓരോ കവിതകൾ എഴുതും. ഈയിടെ പി ജെ ജോസഫ് സാറിനെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ കവിത എഴുത്ത്, കഥയെഴുത്ത്, ഇതൊക്കെ നടക്കുന്നു ഈ കൂടെ. ഈ സുരേഷിൻ്റെ കഥകൾ എത്ര നേരം കേട്ടാലും മടുക്കില്ല. അതൊക്കെ തന്നെ ആയിരിക്കാം കൂടുതൽ ആളുകളെ സുരേഷിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നു. എത്ര ദിവസം വേണമെങ്കിലും പറയാനുള്ള കഥകൾ സുരേഷിൻ്റെ കയ്യിൽ ഉണ്ട് താനും. ഈ കഥകളും കഥ പറച്ചിലും മുടിവെട്ടും സരസമായ ജീവിതമൊക്കെ ആയിട്ട് ഇനിയും മുമ്പോട്ട് പോകട്ടെ. കൂടുതൽ സെലിബ്രിറ്റികളെ ആകർഷിക്കാൻ കഴിയട്ടെ. സാധാരണക്കാർക്ക് പ്രചോദനമാകട്ടെ. ഏതായാലും വളരെ സന്തോഷം.